ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 26-ാം വാരം തിങ്കൾ. തിരുസഭ നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവിനെ കാണാനായിട്ട് വരുന്ന നഥാനിയേലിനെ നമ്മൾ കാണുന്നു. നഥാനിയേലിനെ കണ്ടുവിടുന്ന കർത്താവ് പറയുന്നുണ്ട്, ഇതാ നിഷ്കളങ്കനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എന്നുവെച്ചാൽ നമ്മുടെ ചിന്ത അത് തന്നെയാണ്, ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരൻ. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഈ ഇസ്രായേൽ എന്നുള്ളൊരു വാക്കുകൾക്ക് ദൈവം ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് മറ്റാരുമല്ല, പൂർവ്വപിതാവായ യാക്കോബാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് പുലരും വരെ മൽപ്പിടുത്തം നടത്തി അവസാനം തന്നെ അനുഗ്രഹിക്കാതെ ദൈവദൂതനെ വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്ന യാക്കോബ്. അതിനുശേഷമാണ് യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റുന്നത്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം. സുവിശേഷത്തിൽ ഈശോയും നഥാനിയേലിനെ കണ്ടിട്ട് പറയുന്നതാണ്, ഇതാ യഥാർത്ഥ നിഷ്കപടനായ ഇസ്രായേൽക്കാരനെന്നാണ്. അതായത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കാനുള്ള ഒരു ക്ഷണം. നീ എൻ്റെ പ്രിയപ്പെട്ടവൻ, എന്നിലേക്ക് നീ വന്നു ചേരേണ്ടവനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ നഥാനിയേലും മിശിഹായുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നൊരു മനുഷ്യനാണ്. അതിൻ്റെ ഉത്തരവ് നമുക്ക് സുവിശേഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഈശോ പറയുന്നുണ്ട്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുന്നത്. സാധാരണയായിട്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുന്നത് ഈ പ്രവാചക ഗ്രന്ഥങ്ങളും നിയമഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഈ നഥാനിയേലും അത്തരത്തിലുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പീലിപ്പോസ് ഈശോയെ നഥാനിയേലിനെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ വിശുദ്ധമായൊരു വിവരണമാണ് ഈശോയെക്കുറിച്ച് കൊടുക്കുന്നത്. അതിങ്ങനെയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നോക്കുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വിവരണമാണ് കർത്താവിനെക്കുറിച്ച് പീലിപ്പോസ് നഥാനിയേലിന് കൊടുക്കുന്നത്. അതിനർത്ഥം ഇതാണ്, നഥാനിയേൽ ഇത്തരത്തിലുള്ള പ്രവാചക ഗ്രന്ഥങ്ങളും മറ്റു ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ ഈ സുവിശേഷ ഭാഗവും യാക്കോബിൻ്റെ പഴയ നിയമത്തിലെ വചനഭാഗവും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്, യഥാർത്ഥ ഇസ്രായേൽക്കാരനുള്ള ഒരു വിളി, അതായത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാകാനായിട്ടുള്ള ഒരു വിളി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബ് ചെയ്തതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാശിയോടുകൂടി ചോദിച്ചു വാങ്ങുന്ന ഒരു മനോഭാവവും നമുക്കുണ്ടാവണം എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.